മഹാനായ ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, രണ്ട് നായകൾ തമ്മിലൊരു സംവാദം നടന്നു. രണ്ട് നായകൾ തമ്മിലൊരു സംവാദം. ഏത് നായ? ഒന്ന് നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ കാണുന്ന നായ, തെരുവുനായ. തെരുവുനായയും രാജാക്കന്മാര് വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേട്ടനായയും തമ്മിലൊരു സംവാദം. മഹാനായ അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു പറയാണ്, എന്തേ ഈ നായകൾ തമ്മിൽ നടന്ന സംവാദം എന്താണ്? قد تناظر قلب السوق وقلب السيد فقال قلب السوق لقلب السيد ما لك لا ترضى بالكسر التي على المزابل مثلي وتجتنب الملوك والأمراء وأبناء الدنيا. ഈ തെരുവ് നായ്ക്കൾ ചോദിക്കാണ്, രാജാക്കന്മാര് വേട്ടക്ക് കൊണ്ടുവന്ന നായ്ക്കളോട് ചോദിക്കാണ്, എന്താ നമ്മളെപ്പോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി തിന്നാ പോരെ നിനക്കും? നീ രാജാക്കന്മാരെ കൂടെ, അതുപോലെ നേതാക്കന്മാരുടെ കൂടെ, ഗവർണറെ കൂടെ, അതുപോലെ ഈ ദുന്യാവിൽ വലിയ സ്ഥാനമുള്ളവരുടെ കൂടെ നീ എന്തിനാ പോത്? നിനക്കും ഞങ്ങളെപ്പോലെ തന്നെ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നത് പെറുക്കി തിന്നാ പോരെ? അപ്പോ ഫഖാല കൽബു സൈദിൽ കൽബു സൂഖ്, തെരുവ് നായയോട് വേട്ടനായന്റെ മറുപടി, അന ഞാന് വൈൻ ഖാലത്തുൽ മുലൂക വഗൈറഹും, ഞാൻ രാജാക്കന്മാരെ കൂടെയും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെയൊക്കെ ഞാൻ പോവും. വഗൈറഹും ഫഅന മുതഅഫിഫുൻ അമ്മാ ബിയദൈഹിം, പക്ഷേ ഞാൻ ഒരിക്കലും അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കലില്ല. അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. ലാ ആകുലു മിൻഹു ശൈഅൻ, അവർക്ക് വേണ്ടി ഞാൻ വേട്ടയാടാൻ പോകും, ഞാൻ വേട്ടയാടി പിടിക്കും. വസ്താദുലഹും ലാ ലിനഫ്സി, ഞാൻ ആ വേട്ടയാടി പിടിക്കുന്നത് എനിക്ക് തിന്നാനല്ല, അവർക്ക് വേണ്ടി വേട്ടക്ക് പോവുകയാണ് ഞാൻ. അത് ഞാൻ വേട്ടയാടിയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, ചിലർ ചോദിക്കും, അതെ വലിയ വലിയ ആലിമീങ്ങൾക്ക് അവിടെ സ്ഥാനം കിട്ടുന്നുണ്ട്, ഇവിടെ സ്ഥാനം കിട്ടുന്നുണ്ട്. അപ്പൊ ചിലർക്ക് കണ്ണുകടി ഉണ്ടാവും, അവർ ചോദിക്കും. പക്ഷെ ആ ആലിമീങ്ങൾക്ക് വെറുതെ കിട്ടുകയല്ല. പിന്നെയോ ആ രാജാക്കന്മാരെയും ആ പണക്കാരെയും ഒക്കെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഈമാനും തഖ്വയും പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങൾ. അത് അവർക്ക് കിട്ടാനല്ല, ഇവരെ സ്വർഗത്തിലെത്തിക്കാനാണ്. അതിനാൽ അള്ളമൂനി വഅക്റമൂനി വഖറബൂനി വഅജ്ലസൂനി അലാ ഫിറാസിഹിം വലം യൻദുറൂ ലിഖസാസതി നറൗ ശറഫ ഹിമ്മതി. ഈ വേട്ടനായയുടെ മറുപടിയാണ്, അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പിടിച്ചു കൊണ്ടുവരുന്ന വേട്ടമൃഗത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിന്നാൻ വിചാരിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. അങ്ങനെ ഞാൻ അധ്വാനിച്ചപ്പോൾ അള്ളമൂനി, ആ രാജാക്കന്മാരെന്നെ ബഹുമാനിച്ചു. വഅക്റമൂനി, അവരെന്നെ ആദരിച്ചു. വഖറബൂനി, അവരുടെ സമീപത്തേക്ക് എന്നെ വിളിച്ചു. വഅജ്ലസൂനി അലാ ഫിറാശിഹിം, അവരിയ്ക്കുന്ന സ്ഥലത്ത് എന്നെ ഇരുത്തി. വലം യൻദുറൂ ലിഖസാസതി, ഞാൻ നായയല്ലേ എന്നുള്ളത് അവർ നോക്കിയില്ല. ഹീന റൗ ശറഫ ഹിമ്മതി, സ്വന്തം കാര്യം നോക്കാതെ അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചപ്പോൾ ആ എൻ്റെ ഹിമ്മത്ത്, എൻ്റെ മനക്കരുത്ത്, ആ മനക്കരുത്ത് അവര് കണ്ടപ്പോൾ അവരതാ എന്നെ ആദരിച്ചു, ബഹുമാനിച്ചു. ഓ തെരുവ് നായേ, അന്തലമ്മാ കുന്ത കഥീറ ശറഹി വൽ ഖൗദി ഫിമാ ബിഐദീഹിം, നിന്റെ പരിപാടി അങ്ങനെയല്ല. അവരെ കയ്യിലുള്ളൊക്കെ നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ്, എവിടെ കണ്ടാലും നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ്. ആ ദുന്യാവിന്റെ ചിന്തയുമായി നീ പോയപ്പോ വലാ തസ്താദു ഇല്ലാ നഫ്സിക, നീ ഒരു സാധനത്തെ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വന്തം ആവശ്യത്തിനാണ്, സമൂഹത്തിന് വേണ്ടിയല്ല, നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. അതിനാൽ തറദക്കൽ ഖൽഖു ഇലൽ മസാബിലി വമഖതൂ
നോക്ക്, സൃഷ്ടികൾ നിന്നെ അടിച്ചു വാരി വലിച്ചു കൊണ്ടുപോയി ഇടുന്ന അടിക്കാട്ടിൻ്റെ സ്ഥലത്തേക്ക് നിന്നവരാട്ടിയോടിച്ചു. നിന്റെ ചിന്ത സ്വന്തം ചിന്തയായിപ്പോയി എന്നിങ്ങനെ ആ നായ മറുപടി പറഞ്ഞതായി ഒരു മുനാദറ, ഒരു സംവാദം നായകൾക്കിടയിൽ നടന്നതായി ചിത്രീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ, നമ്മളെപ്പോഴും സമൂഹത്തിന് വേണ്ടി ജീവിക്കണം, സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം. നമ്മൾ സ്വന്തമായി പഠിക്കണം, അത് സമൂഹത്തിന് വിതരണം ചെയ്യണം. അതിലൂടെ പലരുടെയും ഈമാൻ രക്ഷിക്കണം, പലർക്കും തഖ്വയുണ്ടാകണം. നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാൻ നോക്കണം, കള്ളുകുടിക്കുന്നവൻ കള്ളുകുടി നിർത്തിക്കിടണം. അതേ ബാപ്പവുമ്മയെ പരിഗണിക്കാത്തവൻ ബാപ്പവുമ്മയെ ബഹുമാനിക്കുന്നവനാകണം. അതേ കുടുംബബന്ധം മുറിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനാകണം. അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവൻ അവൻ അയൽവാസിയെ സ്നേഹിക്കുന്നവനാകണം. സ്വന്തം ഭാര്യയെ ശകാരിക്കുന്നവൻ ആ പീഡനങ്ങൾ നിർത്തുന്നവനാകണം. അങ്ങനെ തുടങ്ങി ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കാതെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവനാകണം. അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇൽമ് പഠിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തത്തിൽ മുൻപല്ല് പൊട്ടിത്തെറിച്ച് ഈ ഇസ്ലാം ദീനിന്റെ ഇൽമ് പ്രചരിപ്പിച്ച ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനം അത് മുതഅല്ലിമീങ്ങളായ നമ്മൾ കാണിക്കേണ്ടത് ഇൽമ് പഠിക്കുന്നതിലുള്ള അധ്വാനത്തിലൂടെയാണ്, പഠനത്തിലൂടെയാണ്, സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൂടെയാണ്. അല്ലാഹു തആല ആ നിലക്ക് റബ്ബിന്റെ പൊരുത്തം കരുതി ഹബീബ് നബി തങ്ങളുടെ ഉമ്മത്തിന് ഉപകാരം ലഭിക്കുന്ന മുതഅല്ലിമീങ്ങളായി ആലിമീങ്ങളായി നമ്മെ വളർത്തിത്തരട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവരെ സ്നേഹിക്കുന്നവർ മുഹിബ്ബൻ എന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. സ്നേഹിക്കുന്നവർ, ആ സ്നേഹിക്കുന്നവരിൽ നമ്മുടെ ദർസുകളും കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരും സഹായിക്കുന്നവരും അല്ലാഹു ആ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ.